നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അപാകതം മൂലം ദേശീയപാത കോഴിച്ചനയിൽ ഡിവൈഡർ ദേഹത്ത് വീണ് ചുള്ളിപ്പാറ സ്വദേശിക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ അന്വേഷണത്തിന് DGPയുടെ നിർദ്ദേശം. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷിച്ച പരാതിയിൽ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 13 ദേശീയപാത കോഴിച്ചനയിൽ സ്കൂട്ടർ ഡിവൈഡർ ഇടിച്ച് നിലത്ത് വീണ യുവാവിൻ്റെ ദേഹത്തേക്ക് ഡിവൈഡർ വീണ് ചുള്ളിപ്പാറ സ്വദേശിക്ക് ദാരുണ അന്ത്യമാണ് ഉണ്ടായത്. മേലെ കോഴിച്ചന പോലീസ് ക്യാമ്പിന് സമീപമായിരുന്നു അപകടം. ചുള്ളിപ്പാറ സ്വദേശി ഭഗവതി കാവുങ്കൽ മുഹമ്മദിനാണ് ജീവൻ നഷ്ടമായത്. പ്രദേശത്ത് ദേശീയപാത അധികൃതരുടെ ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു. ഡ്രൈനേജിനായി കുഴിച്ച കുഴിയിൽ വീഴാതിരിക്കാൻ സ്ഥലത്ത് വലിയ കോൺക്രീറ്റ് ഡിവൈഡർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് നിലത്ത് ഉറപ്പിച്ചല്ല വച്ചിരുന്നത്. ഒരു മൺകൂനയിൽ ചെരുവിലായി സ്ഥാപിച്ച ഡിവൈഡർ ഒന്ന് തൊട്ടാൽ തന്നെ വീഴുന്ന തരത്തിലായിരുന്നു. ഈ ഡിവൈഡറിലാണ് മുഹമ്മദ് സഞ്ചരിച്ച സ്കൂട്ടർ തട്ടിയത്. ഇതോടെ നിലത്ത് വീണ മുഹമ്മദിൻ്റെ ദേഹത്തേക്ക് ഡിവൈഡർ പതിക്കുകയായിരുന്നു. 16ഓളം പേർ ചേർന്നാണ് ഡിവൈഡർ ഉയർത്തി മുഹമ്മദിനെ പുറത്തെടുത്തത്. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമായതെന്നും ഡിവൈഡർ നേരാവണ്ണം വെച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ കുറ്റക്കാരായ KNRC കമ്പനിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് റസാഖ് പരാതി നൽകിയത്. ദേശീയപാത നവീകരണത്തിലെ അപാകതകളും നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയും കാരണം വാഹനാപകടങ്ങളും മരണങ്ങളും പതിവാവുകയാണ്. ദേശീയപാതയിൽ നവീകരണ പ്രവൃത്തി ആരംഭിച്ചതിന് ശേഷം 500ഓളം അപകടങ്ങളിലായി 10 പേർ മരിക്കുകയും 1000ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന KNRC കമ്പനി നൽകുന്നില്ലെന്നും ജനങ്ങൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന ചിന്തയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിരുത്തരവാദിത്വപരമായ സമീപനം തുടർക്കഥകളാക്കുന്ന KNRC കമ്പനിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് UA റസാഖ് ആവശ്യപ്പെട്ടു. ഈ മാസം 13 കോഴിച്ചനയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ചുള്ളിപ്പാറ സ്വദേശി ഭഗവതി കാവുങ്കൽ മുഹമ്മദ് എന്നിവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ അപാകത നിറഞ്ഞ പ്രവർത്തനം മൂലമാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യമുണ്ടായത്. ഇതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിയോട് അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂത്ത് ലീഗ് നൽകിയ പരാതി ഇത്തരത്തിൽ 10ഓളം ആളുകളുടെ ജീവൻ KNRC കമ്പനിയുടെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ വലിയ ദുഃഖകരമായ രീതിയിലാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ചാൽ ഒരു മൺകൂനയിൽ വലിയ കോൺക്രീറ്റ് കട്ട ഭിത്തികൾ കയറ്റി വെച്ചിട്ട് അതിൽ പതുക്കെ ഒന്ന് ഇടിച്ചപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് അത് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. ഏകദേശം 16ഓളം പേര് ചേർന്നിട്ടാണ് ആ കട്ട മാറ്റി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഈ മരണത്തിന് അതേപോലെ തന്നെ മൂന്നിയൂരിലൊരു വില്ലേജ് ഓഫീസർ ഇവർ കളച്ച കുഴിയിൽ വീണ് മരിച്ചു. JCBയുടെ കൈ തട്ടി മരിക്കുന്നു. അതുപോലെ തന്നെ ക്രെയിനിൻ്റെ കൈ തട്ടി മരിക്കും. അങ്ങനെ 10ഓളം മരണങ്ങൾ ഈ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അലംഭാവം മൂലം ഉണ്ടായിട്ടുണ്ട്. നിരന്തരം കോടികൾ മുടക്കി പദ്ധതികൾ തയ്യാറാക്കുന്നതല്ലാതെ മനുഷ്യജീവന് വില നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനം KNRC കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഏകദേശം ഈ നിർമ്മാണം തുടങ്ങിയതിൻ്റെ ശേഷം ആയിരക്കണക്കിന് അപകടങ്ങളിലായിട്ട് 10,000കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെതിരെ പരാതി നമ്മൾ കൊടുത്തിരുന്നെങ്കിലും ഈ KNRC കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസോ ഭരണകർത്താക്കളോ തയ്യാറാകുന്നില്ല. അതായത് ദേശീയപാത നിർമ്മാണത്തിന് ശേഷം നടന്ന 10 മരണം ആക്സിഡന്റ് മരണങ്ങളല്ല ഈ പറയുന്നത്. അതായത് KNRC കമ്പനിയുടെ അപാകത നിറഞ്ഞ നിർമ്മാണങ്ങൾ കാരണം സംഭവിച്ച 10 മരണത്തിലും അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതുണ്ട്.
പ്രത്യേകിച്ച് കോയിച്ചനയിൽ കഴിഞ്ഞ ഈ 13-ാം തീയതി നടന്ന അപകടം, ചുള്ളിപ്പാറ സ്വദേശി ഭഗവതി കാവുങ്കൽ മുഹമ്മദിന്റെ മരണം എന്നുള്ളത് KNRC കമ്പനിയുടെ അധികൃതർക്കെതിരെ കൊലക്കുറ്റം തന്നെ ചുമത്തേണ്ട, കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നത് പറയാൻ കഴിയില്ല. അത് കൃത്യമായി അപകടമുണ്ടാകും എന്നറിഞ്ഞിട്ടും അവിടെ അങ്ങനെ ആ കല്ല് സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നായിരുന്നു യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരമുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി റോഡുകളിൽ വരുത്തുന്ന ദിശാമാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനായി കൃത്യമായ സൂചനാ ബോർഡുകളോ റിഫ്ലക്ഷൻ സ്റ്റിക്കറുകളോ ലൈറ്റുകളോ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നതെന്നും റസാഖ് പരാതിയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.